സംസ്ഥാനത്ത് ലഹരിക്കടത്തിനെതിരെ കുരുക്കുമുറുക്കി എക്സൈസും നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അടുത്ത അധ്യയന വർഷം ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി വൻതോതിലാണ് രാസലഹരിയായ MDMA കേരളത്തിലേക്ക് ഒഴുകുന്നത്. വ്യാഴാഴ്ച കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നും 3.5 കോടിയുടെ MDMAയുമായി 2 പേരാണ് പിടിയിലായത്. ഒരാഴ്ചയ്ക്കിടെ 5-ലേറെ MDMA കേസുകളാണ് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തത്. 10-ലേറെ പ്രതികൾ തൊണ്ടിയുമായി പിടിയിലായി. ഇതിൽ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കേസാണ് പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിൽ പിടിക്കപ്പെട്ടത്. 3.3 കിലോഗ്രാം മെത്താഫിറ്റാമിനും 56 ഗ്രാം MDMA എക്സ്റ്റസി ഗുളികകളുമായി ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം, കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവർ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ സംയുക്ത നീക്കത്തിലാണ് രാജസ്ഥാനിൽ നിന്നും റോഡ് മാർഗം കാറിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് പിടികൂടാനായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കച്ചേരിക്കൽ സ്വദേശിയായ ഷെഫീഖ്, കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശി ഫാത്തിമ നസ്രിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ നിന്നുള്ള കുടുംബയാത്രയെന്ന വ്യാജേനെ സംശയം ഒഴിവാക്കുന്നതിനായാണ് ഫാത്തിമ നസ്രീനെ വാഹനത്തിൽ യാത്രക്കാരിയായി കൂടെ കൂട്ടിയത്. പിടിച്ചെടുത്തിട്ടുള്ള മയക്കുമരുന്നിന്റെ ഉറവിടം, വിതരണ ശൃംഖല തുടങ്ങിയവ കണ്ടെത്തുന്നതിന് എക്സൈസ് വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച മധുര ബസാറിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 122 ഗ്രാം MDMAയുമായി 5 പേരാണ് അറസ്റ്റിലായത്. ചെരുപ്പ് കച്ചവടത്തിന്റെ മറവിൽ കെട്ടിടത്തിൽ വെച്ച് MDMA ചെറിയ പാക്കറ്റുകളാക്കി ഫറൂഖ്, ബേപ്പൂർ, മാങ്കാവ്, പന്തീരങ്കാവ്, രാമനാട്ടുകര എന്നീ സ്ഥലങ്ങളിൽ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വിൽപ്പന നടത്തുന്നതാണ് ഈ സംഘത്തിന്റെ രീതി. പിടിച്ചെടുത്ത ലഹരി എത്തിച്ചത് സ്കൂൾ അവധിക്കാലം ലക്ഷ്യമാക്കിയാണെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ചെരുപ്പ് ഗൗഡൌണിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സൗകര്യവും പ്രതികൾ ഒരുക്കിയിരുന്നു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും MDMA കേസുകൾ പിടികൂടിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ലഹരി ജില്ലകളിലേക്ക് എത്തിക്കാനാണ് ലഹരി മാഫിയയുടെ ശ്രമം. ഇതറിഞ്ഞ് കൂടുതൽ കണ്ണികൾ കണ്ടെത്തി വലയിലാക്കാൻ സംയുക്ത പരിശോധനയിലാണ് നാർക്കോട്ടിക് സെല്ലും എക്സൈസും പോലീസും. അമൃത ന്യൂസ്, കോഴിക്കോട്.